ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനു പറയുന്നുണ്ട്, ദേവിക്ക് എന്താ സംഭവിച്ചതെന്ന് എല്ലാവരോടും ഞാൻ തുറന്നു പറയാം, അതാണ് നീ നല്ലത് എന്ന് പറയുമ്പോഴത്തേന് ബാലൻ വരുന്നുണ്ട് കേട്ടോ. ബാലൻ വന്ന് പറയാണ്, അതെ അതാണ് നല്ലത്, എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞോളൂ. എന്തായാലും സാറിനെ ഞാൻ എന്തായാലും ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല, വന്നതെന്തായാലും നന്നായി. ഉദയഭാനു സാറ് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഉദയഭാനു ചോദിക്കേണ്ടത്, അല്ല ബാലൻ ഇങ്ങനെ അറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ? ദൈവം എന്ന് പറയുന്ന ആൾ മുകളിലുണ്ടല്ലോ, നമ്മൾ അറിയേണ്ട സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ ദൈവം നമ്മളതെല്ലാം അറിയിക്കും. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബാലേട്ടൻ നേരത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. പിന്നെ നിങ്ങളെ ഇന്ന് ആ കാര്യം അറിയിക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. കൃത്യസമയത്തേനെ ഉദയഭാനു സാറും ഭാര്യയും വന്നത് വളരെ നന്നായി. അപ്പോൾ തുടങ്ങാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരോടുള്ള കാര്യങ്ങൾ പറയേണ്ടത് ഞാൻ പറയണോ അതോ സാറ് തന്നെ പറയണോ? അപ്പോൾ ഉദയഭാനു പറയാം, അല്ല ഞാൻ തന്നെ പറയാം, ദേവിയുടെ അച്ഛനെന്നുള്ള നിലയിൽ എൻ്റെ അവകാശമില്ല അത് പറയാൻ. അപ്പോൾ ബാലൻ മനസ്സിലാലോചിക്കുകയാണ്, നീ ഒരു കള്ളനാണെന്നും ഇത്രയും നാളും നീ കാട്ടിക്കൂട്ടിയതെല്ലാം വെറും അഭിനയമാണെന്നും ഒക്കെ എല്ലാവരോടും പറയും. അപ്പോൾ ഉദയഭാനു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നാലും ബാലനോട് ഇതാരാ ഇത്ര പെട്ടെന്ന് പറഞ്ഞത്? നമുക്ക് മാത്രമല്ലേ ദേവിയുടെ കാര്യം അറിയാവൂ. അപ്പോൾ ബാക്കി മീനാക്ഷിയും ഇത്രയും ഗോമതിയൊക്കെ എന്തോ പന്തം കണ്ട പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയാം ഞാൻ പറയാം, എനിക്കറിയാം ഞാൻ പറയാം എന്നൊക്കെ പറയണല്ലാതെ പറയണില്ല. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയൂ. അപ്പോൾ വീണ്ടും ബാലൻ പറയുന്നുണ്ട്, സാറിന് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറയാം. ഇല്ല എന്നാൽ പിന്നെ ബാലൻ തന്നെ തുറന്ന് പറഞ്ഞോ, അതല്ലേ നല്ലത്. അപ്പോൾ ബാലനാണെങ്കിൽ പറയണോ വേണ്ടേ ഒന്നും കൂടെ ആലോചിക്കുകയാണ്. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും പറയണ്ട, ഗോമതി പറയൂ ബാല പറയൂ. അപ്പോൾ വീണ്ടും അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഉദയഭാനു പറയുന്നു, പറയൂ ബാലനെ അറിയാമെന്നുള്ളതെല്ലാം പറയൂ. അപ്പോൾ വീണ്ടും തന്നെ അയാളുടെ ബാലൻ്റെ മനസ്സിലാണെങ്കിൽ ആകെ ടെൻഷനായി. കാരണം ആനന്ദിൻ്റെ ജീവിതം മൊത്തത്തിൽ കുളവായെന്ന് ഞാൻ എങ്ങനെ പറയാനാ? എന്നിട്ട് ഗോമതിയെ വിളിക്കുന്നുണ്ട് പറയാനായിട്ട്. അപ്പോൾ വീണ്ടും ഗോമതിക്ക് ദേഷ്യം വരാം, കുറേ സമയമായല്ലോ എല്ലാവരും കൂടെ അങ്ങനെ ഇങ്ങനെ പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിച്ച് പറ ബാലേട്ടാ, എന്താ ഇത്? പറയാം, ഞാൻ തന്നെ പറയാം, അത് തന്നെയാവും നല്ലത്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ആനന്ദിൻ്റെ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ആകെപ്പാടെ മാറി മറിഞ്ഞു പോയിട്ടുണ്ട്. എന്താ ബാലേട്ട പറയണത് എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ബാലൻ അടുത്തത് ആനന്ദ് എന്ന് പറഞ്ഞ് തുടങ്ങണതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദയഭാനു കയറി പറയാം, ആനന്ദേ ഒരു അച്ഛനാവാൻ പോവാ എന്നിങ്ങനെ പറയണതും ബാലൻ അന്തം വിട്ടു പോവാട്ടോ. അച്ഛനാവാൻ പോകുന്നോ? അപ്പോൾ ദേഷ്യത്തോടു കൂടിയാണല്ലോ നമ്മുടെ ബാലൻ വന്നത്. പെട്ടെന്ന് ആ മുഖമെല്ലാം അങ്ങ് മാറുക കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുകയാണ് മുഖത്ത്. അങ്ങനെ ഗോമതിയും ബാക്കി എല്ലാവരും കൂടെ അന്തം വിട്ടു പോവാട്ടോ. എന്നിട്ട് ഓടിപ്പോയി ബാലനെ ചേർത്ത് വെച്ചിട്ട് ഉദയഭാനു പറയണം, ബാല ഞാനും താനും ഒക്കെ മുത്തച്ഛന്മാരാവാൻ പോവുക. അപ്പം പെട്ടെന്ന് ബാലൻ പറയാൻ വന്നതെല്ലാം മറന്നു. സന്തോഷം കൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ചിരിയും കളിയും ഒക്കെയായി. അകത്താണെങ്കിൽ നമ്മുടെ ആനന്ദാകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുകയാണ്. ഇതൊന്നും അറിയണില്ല ഉദയഭാനു, അകത്ത് തന്നെയാണ് ഇരിക്കുമല്ലേ. അപ്പോൾ ഗോമതി ഓടി വന്ന് പറയേണ്ടത്, സത്യമാണോ ഈ പറയുന്നത്? അപ്പോൾ ശ്രീകല പറയുന്നുണ്ട്, ഗോമതി ഛർദിലും ക്ഷീണവും ഒക്കെ ദേവിക്ക് അതിൻ്റെ ആയിരുന്നു. ഓ അത് ശരി. അപ്പോൾ മീനാക്ഷി, അയ്യോ നമ്മുടെ ആനന്ദേട്ടനൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. ദൈവമേ എടി കള്ളി ശ്രീദേവി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനാക്ഷി. എന്തായാലും നമ്മുടെ കുടുംബത്തിലൊരു പേരക്കുട്ടി ജനിക്കാൻ പോകുന്നു. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ഭഗവാനെ ഞാൻ നേർച്ചകളൊക്കെ ചെയ്തു, ഒന്നും പാഴയില്ലല്ലോ. എന്നിട്ട് മീനാക്ഷിയുടെ സന്തോഷം കൊണ്ട് നേരെ മിത്രയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടി മിത്രയെ നീ അപ്പച്ചി ആയടി നമ്മളെല്ലാവരും എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് കെട്ടിപ്പിടിക്കലും സന്തോഷവും ഒക്കെ ആയി. എന്നിട്ട് പറഞ്ഞിട്ട് ഗോമതിക്ക് വിശ്വാസമാവാത്ത രീതിയിൽ ബാലനോട് പോയി പറയാം, ബാലട്ടാ നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈ കാര്യം നേരത്തെ അറിഞ്ഞോ ബാലട്ടൻ, എന്നിട്ട് എന്താ ഞങ്ങളോട് നേരത്തെ പറയാത്തത്? അപ്പോൾ ബാലനാകെ തമ്മി നിൽക്കാട്ടോ, ഇതല്ലല്ലോ പറയാൻ വന്നത്. അപ്പോൾ ഉദയഭാനു ചോദിക്കുന്നുണ്ട്, അല്ല ബാലൻ ഇതെങ്ങനെയാണ് നേരത്തെ അറിഞ്ഞത്? അത് എന്താ ബാലൻ പറയാൻ വന്നത് എന്ന് ചോദിക്കുന്നത്. പെട്ടെന്ന് ഉദയഭാനുവിൻ്റെ വാ അടയ്ക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ലഡ്ഡു കൊടുത്തിട്ട് ഒറ്റയായിട്ട് കുത്തി കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലൻ. അപ്പോൾ എല്ലാവരും അയ്യോ എന്നൊന്ന് വിളിക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ ബാലൻ ഇങ്ങനെ ഉദയഭാനുവിൻ്റെ മുന്നിലേക്ക് നിന്നിട്ട് പറയാം, ദൈവം ചില സൂചനകളൊക്കെ നമുക്ക് നേരത്തെ തരുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അറിഞ്ഞതാണ്. അപ്പം മിണ്ടാൻ പറ്റുന്നില്ല ഉദയഭാനുവിൻ്റെ ബാക്കിയകത്ത് ലഡ്ഡു ഇരിക്കുകയാണ്. അപ്പോൾ ആനന്ദ് വിചാരിക്കുന്നുണ്ട്, നമുക്കിടയിലുണ്ടായിരുന്നെല്ലാം ഇന്ന് കൊണ്ട് അവസാനിക്കണം, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, പറയണം, പറഞ്ഞേ പറ്റൂ. ബാലനും വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ചാടിക്കയറി ഇത് പറഞ്ഞാൽ ശരിയാവോ? ദേവി ഗർഭിണിയാവെന്ന് അറിയുന്നു,
ആനന്ദ് ഒരു അച്ഛനോ ആവാൻ പോകുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ ഇത്രയും സന്തോഷം വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഉദയഭാനുവിനെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം തൽക്കാലം മറച്ചു വയ്ക്കാതെ ഇപ്പോൾ യാതൊരു വഴിയില്ല. അപ്പോൾ ബാലൻ പറയാൻ വന്ന കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ ആനന്ദ് ഉറപ്പായിട്ടും പറയണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ആനന്ദ് വിചാരിക്കുന്നുണ്ട്, എല്ലാം അറിയുമ്പോഴേ നിൻ്റെ ആ ഫ്രോഡ് തന്ത ഇവിടെ കാണിച്ചത് എൻ്റെ ജീവിതം മുഴുവൻ തൊലച്ചല്ലോ എന്ന് ഓർത്ത് എൻ്റെ അച്ഛൻ വേദനിക്കും. ആ വേദന കാണാൻ വയ്യാത്തണ്ടാ ഇതുപോലും ഇത്രയും നാൾ ഞാൻ എൻ്റെ അച്ഛനോടൊന്നും പറയാതിരുന്നത്. പക്ഷേ അച്ഛൻ്റെ തെറ്റല്ല ഒന്നും, എൻ്റെ വിധി. അച്ഛനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. പക്ഷേ ഇന്നത് പറയണം, ഇനി വിട്ടുകൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആനന്ദ് നേരെ ഹാളിലേക്ക് വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ എല്ലാം നിൽക്കുന്ന കാണും കേട്ടോ. എന്നിട്ട് അച്ഛനോട് ചെന്ന് പറയുന്നുണ്ട്, അച്ഛാ അച്ഛനോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുണ്ട്. അപ്പോൾ ഉദയഭാനു പേടിച്ച് വരച്ച് നിൽക്കുക. കാരണം ആനന്ദ് പറയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുമല്ലോ. അപ്പം ശ്രീകലയും ഒരുമാതിരി നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആനന്ദ് പറയാം, അച്ഛാ അച്ഛനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് അച്ഛൻ എന്താ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഞാൻ പറയാൻ പോവാ അച്ഛാന്ന് പറയാട്ടോ. അങ്ങനെ ഉദയഭാനു പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് മീനാക്ഷി ഓടി വന്ന്, ആനന്ദേട്ടാ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കൊടുത്ത് അഭിനന്ദനങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുമ്പോൾ അന്തം വിട്ടുകൊണ്ടുണ്ട് നമ്മൾ. ആനന്ദ് എന്തിനാ നിങ്ങളിതൊക്കെ പറയണത്? ആഹാ ഒന്നും അറിയാത്ത പോലെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കള്ളനെ പോലെ നിൽക്കുകയല്ലേ? അപ്പം ഉദയഭാനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആനന്ദ്. അടുത്ത കള്ളത്തരം കൊണ്ട് ഇയാൾ എന്താ വന്നതെന്നറിയില്ല. കാരണം എല്ലാവരും വലിയ ഹാപ്പി. അയാളും വേഷം മാറിയൊക്കെ വന്ന് നിപ്പുണ്ട്, ഒരുങ്ങി ചമഞ്ഞ് ഭാര്യയും വന്ന് നിപ്പുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും മിണ്ടാതെ നിൽക്കുക കേട്ടോ. അപ്പം ഇനി എന്തിനാ ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് അഭിനന്ദനങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ തന്നെ ഗോമതി പോയി പറയാം, എടാ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടടാ. എന്ത് പ്രാർത്ഥന കേട്ടെന്ന് അമ്മ പറയണത്? ഓ ഒന്നും അറിയാത്തതുപോലെ. അപ്പോൾ തന്നെ ബാലനൊക്കെ പോയി പറയുന്നുണ്ട്, അതേ നീ എന്താണെന്ന് വെച്ചാലേ ഞാൻ പറയാൻ പോണ കാര്യം നീ ശ്രദ്ധിച്ച് കേട്ടോ. അതേ ആനന്ദേട്ടൻ്റെ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് മീനാക്ഷി പറയാട്ടോ. അപ്പോൾ ആനന്ദ് അന്തം വിട്ടു പോകണു. അച്ഛനാവാനോ? ഞാനോ? അയ്യോ പാപം, ഒന്നും അറിയാത്ത പോലാണല്ലോ ചോദിക്കുന്നത്. അല്ല ഞാൻ അറിഞ്ഞില്ല. കൊള്ളാം. ദേവിയുടെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെയുള്ള നിപ്പ് കണ്ടില്ലേ? കൊള്ളാം. അപ്പം തന്നെ ആനന്ദിനെന്തോ കള്ളത്തരം മണക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവം? നീ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞില്ലേ? എന്തോ പ്രധാന കാര്യം നീ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിനെക്കുറിച്ചായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആനന്ദ് വിചാരിക്കുന്നുണ്ട്, അല്ല ഞാൻ അതാണോ പറയേണ്ടത്? അപ്പോൾ ആനന്ദാകെ ചമ്മി നിൽക്കുക കേട്ടോ, എന്ത് പറയണമെന്ന്. അങ്ങനെ അവസാനം പെട്ടെന്ന് തന്നെ നമ്മുടെ ആനന്ദ്, അങ്കിളെ ഇതായിരുന്നോ പറയാമെന്ന വിശേഷം? കേവി ഗർഭിണിയാണെന്നോ? അത് ശരി. അപ്പോൾ എന്തായാലും ആകപ്പാടെ ഒരു വല്ലാത്തൊരു സന്തോഷമായിപ്പോയി എല്ലാവർക്കും എന്നൊക്കെ ഇങ്ങനെ ആനന്ദിനോട് പറയാം. പക്ഷെ ആനന്ദിന് അത്ര സന്തോഷമാവുന്നില്ല. ഇപ്പം അപ്പോഴത്തേക്കും സന്തോഷം കൊണ്ട് അവിടെ നിന്നും കൊണ്ട് പറയുന്നുണ്ട്, ഉദയഭാനു മോനെ ലഡ്ഡു തരട്ടെ? പിന്നെ ലഡ്ഡുതാ ഞാൻ കഴിക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് തന്നെ പറയാൻ വന്ന കാര്യം പറയണ്ട, എല്ലാവരും ഹാപ്പി അല്ലേ എന്നും വെച്ചിട്ട് ഒരു ലഡ്ഡു വാങ്ങി കഴിക്കുന്നുണ്ട്. മോനെ ഞാൻ 3-4 കൂടി തരട്ടെ എന്ന് ഉദയഭാനു. പിന്നെന്താ ലഡ്ഡു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തന്നോ എന്ന് വെച്ചാൽ ആനന്ദിന് മനസ്സിലാവുന്നത് ഇത് കള്ളത്തരമാണ്, എന്തോ ഉടായ്പം കൊണ്ട് കയറി വന്നതാണെന്ന്. അപ്പം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ദേവിയോട് എനിക്ക് അതിനു മുമ്പേ ഒരു സന്തോഷം പങ്കിടാനുണ്ട്. അതെ ദേവിയെ വിളിക്കുക. അപ്പം മീനാക്ഷിയും ഇത്രയും കൊണ്ട് പറയാം, ഞങ്ങളെ ഏട്ടത്തി വിളിച്ചു തരട്ടെ? വേണ്ട എനിക്ക് അവളോട് സ്വകാര്യമായിട്ട് തന്നെ സംസാരിക്കണം, ഞാൻ വിളിച്ചോളാം, ഞാനൊന്ന് പോയി വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് നേരെ അകത്തേക്ക് ചെന്ന് ഫോൺ വിളിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉദയഭാനു ശ്രീകലയും പേടിച്ചിരിക്കുക. ഇനിയിപ്പോൾ ശ്രീദേവി വിളിക്കുമ്പോൾ ദേവി അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുമോ, ഗർഭിണിയല്ലാന്നും വല്ലതും പറയുമോ? എങ്കിൽ പിന്നെ എല്ലാം കുളവായി. അങ്ങനെ ആനന്ദ് അകത്തേക്ക് ചെന്ന് ദേവിയെ ഫോണിൽ വിളിക്കുക കേട്ടോ. ദേവി പേടിച്ചാണ് ആ ഫോൺ എടുക്കുന്നത്. ഫോണെടുത്ത് ഉടനെ ഹലോ പറഞ്ഞ ഉടനെ നമ്മുടെ ആനന്ദ് ചോദിക്കുന്നുണ്ട്, എടി ഇത് നിൻ്റെ ബുദ്ധിയാണോ അതോ നിൻ്റെ വേട്ടവളിയും തന്തയുടെ ബുദ്ധിയാണോ? ആരുടെ ബുദ്ധിയാണെങ്കിലും തള്ളയും മോനും എല്ലാം മോളും അച്ഛനും അമ്മയും ഒക്കെ മനസ്സിലാക്കിക്കോ കേട്ടല്ലോ. ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് ആനന്ദേട്ടൻ പറയുന്നത് പോലെ ഒന്നുമില്ല. ഞാനൊരു കാര്യം പറയാം. എന്താടി, ഞാനൊരു പൊട്ടനാണെന്നോ? ദേവമംഗലത്തേക്ക് തിരിച്ചു വരാനായിട്ട് നീ 18 അടവും പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കള്ള ഗർഭവും വെച്ചിട്ട് വൃത്തികെട്ട നാടകം നീ കളിക്കോ? അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടി എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് വിചാരിച്ച് ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ അവർക്കാർക്കും സത്യം അറിയില്ലല്ലോ. പിന്നെ നിനക്ക് ഗർഭവും ഇല്ല ചുക്കുമില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പം തന്നെ നീ നിൻ്റെ തന്തയും തള്ളയും വിളിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ. ഇവിടെ വന്നിടത്ത് കൂടുതൽ നാടകം കളിച്ചാലേ എൻ്റെ കൺട്രോൾ പോവും. ഞാൻ എല്ലാം വിളിച്ച് പറയും. അറിയാമല്ലോ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പിന്നെ
നിനക്കറിയോ, ഈ പരസ്പര വിശ്വാസം എന്ന് പറയുന്ന സാധനമേ അതൊരു കണ്ണാടി പോലെയാണ്. അത് നിലത്തൊടഞ്ഞ് വീണു പോയാൽ അതോട് തീർന്നു. പിന്നെ ഒരിക്കലും അത് വിളകി തീർക്കാനോ ഒന്നിനും പറ്റില്ല. നീ എന്തൊക്കെ തന്ത്രം വിചാരിച്ചാലും അത് നേരെയാക്കാൻ പറ്റില്ല. അതെങ്കിലും നീ മനസ്സിലാക്കി വെക്ക് എന്നും പറഞ്ഞു. ആണെന്ന് ഫോണ് കട്ട് ചെയ്യാട്ടോ. ദേവിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. ഇനി എന്താ ഇപ്പം ചെയ്യാം? അങ്ങനെ പുറത്താണെങ്കിൽ എല്ലാവരും കൂടെ ചിന്തിക്കുന്നുണ്ട്, ദേവിയെ ഇനി കൂട്ടിക്കൊണ്ട് വരണമല്ലോ. അപ്പോൾ ആനന്ദ് വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നാണ് ശ്രീകലയുടെയും ഉദയഭാനുവിൻ്റെ അഭിപ്രായം. ശരി, അങ്ങനെയാണെങ്കിൽ ആനന്ദേട്ടൻ തന്നെ പോയി വിളിക്കട്ടെ എന്നായി. അങ്ങനെ നമ്മുടെ ശ്രീകല അവിടെ ഇരുന്നും കൊണ്ട് മിത്രേനെയും മീനാക്ഷിയും കുറ്റപ്പെടുത്തു കേട്ടോ. എന്ന് വെച്ചാൽ ചേച്ചിയെ കൂടെ കൊണ്ടുവന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇതൊന്നും മരുമക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ, ഭർത്താവ് തന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരണമെന്ന്. അപ്പം തന്നെ ഗോമതി പറയാം, എൻ്റെ മരുമക്കൾ എല്ലാ കാര്യവും എല്ലാവർക്കും എല്ലാം അറിയണമെന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അവർക്ക് പല പല പുതിയ കാര്യങ്ങളും അവർ എന്നെയാണ് പഠിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞ് രണ്ട് മരുമക്കളെയും പൊക്കി അങ്ങ് വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗോമതി. എന്നിട്ട് ബാലേട്ടനോട് പറഞ്ഞു, ബാലേട്ടാ ദേവിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇന്ന് തന്നെ നമുക്ക് നല്ലൊരു ദിവസം നോക്കി വിളിച്ചിട്ട് വരണം. എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആയാം, അത് മതി. പക്ഷേ ഉദയഭാൻ്റെ മുഖം കൂടി തെളിയുന്നില്ല കേട്ടോ. ആനന്ദ് അകത്തേക്ക് പോയിട്ട് തിരിച്ച് വന്നില്ല. അതുകൊണ്ടുള്ള പേടിയാണ്. ഇനി ഗർഭിണി അല്ലാതെങ്ങാനും പറഞ്ഞു കാണോ, അതുകൊണ്ടായിരിക്കുമോ. അങ്ങനെ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് കുടിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൊണ്ടയിൽ വിക്കൽ വരുവാണ്. അപ്പോൾ നമ്മൾ ബാലൻ ചോദിക്കണം, എന്തോ പറ്റി, എന്താ? ഒന്നുമില്ല, അതെ ഒന്ന് പേടിച്ചതുപോലെ തോന്നിയില്ലേ? ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല, അതൊന്ന് ഇക്കിള് വന്നതാ. അതെന്തേ പെട്ടെന്ന് അങ്ങനെ? അല്ല, ഈ ഓറഞ്ച് അത്ര പോരാ കേട്ടോ ജ്യൂസ്. അപ്പം തന്നെ ഗോമതിയുടെ മുഖം വാടി. ഓറഞ്ച് ജ്യൂസ് കൊള്ളത്തില്ലേ? അതല്ലെന്നേ, ഇതൊക്കെ നല്ല നല്ല ഓറഞ്ചൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്, പിന്നെ പുറത്തുനിന്നൊക്കെ വരുന്നതല്ലേ നല്ലത്. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഓറഞ്ച് ഇവിടെ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞത് നല്ലത്. ഉണ്ടാക്കി തന്ന ആളുടെ അത് പറഞ്ഞതല്ല കേട്ടോ. ബാല, മറ്റേ കൂർക്കില്ലേ, എനിക്കാണെങ്കിൽ ഒരു 100 ഏക്കറോളം സ്ഥലമുണ്ട്. അതിൽ ഏകദേശം 50 ഏക്കറോളം നല്ല ഓറഞ്ചാണ് ഞാൻ അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഓറഞ്ചാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയാം. അപ്പോൾ ബാലൻ മനസ്സിൽ വിചാരിക്കണം, എടാ ചെറ്റ ഫ്രോഡേ, ചെരിപ്പൂരി നിന്നെ അടിക്കാൻ അറിയാഞ്ഞിട്ടില്ല, ഞാനൊരു മുത്തശ്ശനാകാൻ പോകുന്നു. ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അങ്ങ് സഹിക്കുന്നത്. മിസ്റ്റർ ബാലൻ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ ബാലൻ പറഞ്ഞു, കൂർഗിലെ തോട്ടത്തിൻ്റെ കാര്യമല്ലേ? അത് തന്നെ. 100 ഏക്കർ ഞാൻ ആനന്ദിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആനന്ദിന് വേണ്ട, ആനന്ദ് സമ്മതിക്കുന്നില്ല. പലതവണ ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ ദേവിയും സമ്മതിക്കുന്നില്ല, അത് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഗോമതി പറയുന്നുണ്ട്, അതെ, മറ്റുള്ളവരുടെ ഔദാര്യങ്ങളൊന്നും പറ്റുന്നത് ബാലേട്ടന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ദേവി അങ്ങനെ പറഞ്ഞത്. അതെന്താ ബാല, നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ, നമുക്കിടയിൽ എന്താ 100 ഏക്കർ ഞാൻ ആനന്ദിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ തന്നെ ഉടനെ ബാലൻ പറയുന്നുണ്ട്, അതൊരു കാര്യം ശരിയാ, ഉദയഭാനു സാറ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ അല്ല, കൂർഗിലെ 100 ഏക്കർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, 100 ഏക്കർ പ്രമാണത്തിൽ, പിന്നെ ഒരു 50 ഏക്കർ ഞാൻ അല്ലാതെ പതിച്ചിങ്ങെടുത്തു. അപ്പോൾ മൊത്തം 150 ഏക്കറോളം ഉണ്ട് കൂർക്കിലല്ലേ? അപ്പോൾ ഒരു കാര്യം, അപ്പോൾ 100 ഏക്കർ ആനന്ദിന് എഴുതി കൊടുക്കുന്നത് സാറിന് എത്ര നിർബന്ധമാണെങ്കിൽ ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. സാർ 100 ഏക്കർ എൻ്റെ ആനന്ദിൻ്റെ പേരിൽ എഴുതി കൊടുത്തോട്ടോ എന്നിങ്ങനെ ബാലൻ പറയട്ടോ. ബാലൻ്റെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കാത്തിരുന്നതും. അതോടുകൂടി പറഞ്ഞ കള്ളത്തരം വീണ്ടും അബദ്ധമായി പോയി കേട്ടോ. ആകെ പെട്ടുപോയി രണ്ടുപേരും. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീണ്ടും ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്